നമസ്കാരം. മലയാളികളുടെ നൊസ്റ്റാൾജിയ കൂടിയായ മോഹൻലാൽ ശോഭന കോമ്പിനേഷനിൽ മലയാളികൾ കാണാൻ കൊതിച്ച കൂട്ട് വീണ്ടും തരുൺമൂർത്തി ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിൽ എത്തുന്നു. മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിക്കുന്ന തുടരും. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് പറിച്ചു നട്ട കുടുംബത്തിൻ്റെ കഥയുമായാണ് ഇത്തവണ ഇരുവരും എത്തുന്നത്. ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായ ലാലും വീട്ടമ്മ ലളിതയുടെ വേഷത്തിൽ ശോഭനയും അഭിനയിക്കുന്നു. പഴയ മോഹൻലാൽ തിരികെ വരുന്നു. 80കളുടെ അവസാനത്തിലും 90കളിലും നിറഞ്ഞാടിയ മോഹൻലാലാണ് നമ്മുടെ സങ്കല്പത്തിലെ പഴയ മോഹൻലാൽ. പക്ഷേ മലയാളികൾ എല്ലാ സിനിമകളിലും ഒരു ലാൽ മാജിക് പ്രതീക്ഷിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ നിരാശരാകുന്നു. മോഹൻലാലിൻ്റെ കണ്ണ് നിറയുമ്പോൾ മലയാളികളുടെ കണ്ണ് നിറയും. അതിനൊരു സിനിമ മുഴുവൻ കാണേണ്ട കാര്യമില്ല, ചില രംഗങ്ങൾ കണ്ടാൽ മതി. ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം പ്രേക്ഷകരെ ഇമോഷണൽ അടിപ്പിക്കാൻ പോകുന്ന കഥാപാത്രമായിരിക്കും തുടരുംലെ ഷൺമുഖൻ. ചിരിയും കുസൃതിയും ചെറിയ നൊമ്പരവും ഷൺമുഖനിൽ കണ്ടേക്കാം. ഒരൊറ്റ പോസിറ്റീവ് റെസ്പോൺസ് മാത്രം മതി തിയേറ്ററുകൾ വീണ്ടും എമ്പുരാന് ശേഷം ജനസാഗരമാകാൻ. എമ്പുരാൻ ഒരു കൊടുങ്കാറ്റുണ്ടാക്കി തിയേറ്റർ വിടുമ്പോൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മോഹൻലാൽ റീ എൻട്രി ഉണ്ട്. എല്ലാവരും കൂടെ എന്നെ മഴയത്തിങ്ങനെ നിർത്തിയേക്കുമല്ലേ. വല്ലാത്തൊരു ഭംഗിയാണ് മോഹൻലാൽ തുടരും എന്ന ട്രെയിലറിൽ ഈ ഡയലോഗ് പറയുന്നത് കേൾക്കാൻ. മഴയത്തല്ലല്ലോ ലാലേട്ട, ഹൃദയത്തിലാണ് മലയാളികൾ നിർത്തിയിരിക്കുന്നത് എന്ന് പ്രേക്ഷകരെ കൊണ്ട് തരുൺമൂർത്തി പറയിപ്പിക്കും എന്ന് നമുക്ക് കരുതാം. 2009 ഇറങ്ങിയ സാഗർ ഏലിയാസ് ജാക്കിക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡി വീണ്ടും ഒരുമിക്കുന്ന ചിത്രം. മോഹൻലാൽ ശോഭന എന്നിവർക്കൊപ്പം ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു, ബിനു പപ്പു, നന്ദു, ഇർഷാദ്, അർഷ ചാന്ദിനി, ബൈജു, തോമസ് മാത്യു, കൃഷ്ണപ്രഭ, പ്രകാശ് വർമ്മ, അരവിന്ദ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. KR സുനിലിനൊപ്പം സംവിധായകൻ തരുൺമൂർത്തിയും ചേർന്നാണ് തിരക്കഥ രചിച്ചത്. ദൃശ്യത്തിന് മുകളിലോ താഴെയോ എന്ന് ആരാധകർ ഉറ്റുനോക്കിയിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: സമീപകാല മോഹൻലാൽ ചിത്രങ്ങളിൽ ഫാമിലി ഓഡിയൻസ് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകാൻ പോകുന്ന സിനിമയായിരിക്കും തുടരും. കുടുംബത്തിൽ കയറുന്ന ലാലേട്ടനെ കാണാൻ കഴിയുന്ന ഒരു സിനിമ. തരുൺമൂർത്തിയുടെ തുടരും ഓരോ പ്രൊമോഷണൽ മെറ്റീരിയലുകളും പുറത്തുവിടുമ്പോഴും പ്രേക്ഷകർക്കുള്ളിൽ പ്രതീക്ഷ ഏറിക്കൊണ്ടിരിക്കുകയാണ്. തുടരും സിനിമയുടെ ട്രെയിലർ തുടക്കത്തിൽ ചിരിപ്പിച്ച ട്രെയിലർ ഞെട്ടിപ്പിക്കുന്ന പ്രകടനത്തോടെയാണ് അവസാനിക്കുന്നത്. സസ്പെൻസുകൾ നിറച്ചുകൊണ്ടുള്ള ചിത്രമാകും തുടരും എന്നത് ട്രെയിലറിൽ നിന്ന് വ്യക്തം. തൻ്റെ കറുത്ത അംബാസിഡർ കാറും ഷൺമുഖവും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത് എന്ന് ട്രെയിലർ നൽകുന്ന സൂചന. ഒരു സംവിധായകൻ എന്ന നിലയിൽ തുടരും ഒരു ഫാമിലി ഡ്രാമയാണ് എന്ന് പറയാനാണ് തരുൺമൂർത്തിക്ക് താല്പര്യം. തിരക്കഥയോട് നീതി പുലർത്തിയ ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നൊരു ആത്മവിശ്വാസമുണ്ടെന്ന് തരുൺമൂർത്തി പറയുന്നു. ദൃശ്യം പോലൊരു സിനിമ എന്ന് മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതിന് ശേഷമാണ് പ്രേക്ഷകർക്കിടയിൽ സിനിമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചില പുതിയ വായനകൾ വന്നു തുടങ്ങിയത്. അദ്ദേഹം അത് പറഞ്ഞത് ഒരു ഫാമിലി മാനായ, ഗ്രൗണ്ടഡായ സാധാരണക്കാരനെയാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ടാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നോ മിസ്റ്ററി ത്രില്ലർ എന്നോ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്, ഞാൻ കുടുംബങ്ങളിൽ കണ്ടിട്ടുള്ള നർമ്മങ്ങളും ചില എക്സൈറ്റ്മെൻറ്റുകളും പറയുന്ന ഒരു സിനിമ. ഫീൽ ഗുഡ് സിനിമയല്ല എന്തായാലും. ത്രില്ലർ എന്നൊന്നും പറഞ്ഞ് ആളുകളുടെ പ്രതീക്ഷകൾ ഉയർത്താനുള്ള ഒന്നും ഈ ചിത്രത്തിലില്ല. ഒരു സംവിധായകൻ എന്ന നിലയിൽ ലാലേട്ടൻ്റെയും ശോഭനയുടെയും കുടുംബത്തിൻ്റെ ഒരു കഥ കേൾക്കാൻ വരൂ എന്നാണ് പ്രേക്ഷകരോട് തരുൺമൂർത്തിക്ക് പറയാനുള്ളത്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ രഞ്ജിത്താണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. സിനിമാ ആരാധകർ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന മുഖം മോഹൻലാൽ. അയാളുടെ കള്ളച്ചിരിയിൽ മയങ്ങാത്ത അമ്മമാരോ പ്രണയഭാവത്തിൽ വീഴാത്ത സ്ത്രീകളോ മെയ്വഴക്കത്തെ ആരാധിക്കാത്ത പുരുഷന്മാരോ ശബ്ദമാധുരിയിൽ ലയിക്കാത്ത മലയാളികളോ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ അത്ര കണ്ട് ഓരോ മലയാളി പ്രേക്ഷകൻ്റെയും ഹൃദയത്തിൽ പതിഞ്ഞു കഴിഞ്ഞു. ഇനിയും അത് തുടരും. തരുൺമൂർത്തി തൻ്റെ ചിത്രത്തിന് തുടരും എന്ന് പേരിട്ടിരിക്കുന്നത് തന്നെ മലയാളികളുടെ മോഹൻലാൽ ഇവിടെ തുടരും എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഓപ്പറേഷൻ ജാവയായാലും സൗദി വെള്ളക്കയായാലും പ്രേക്ഷകരുടെ പൾസറിഞ്ഞ് വലവീശിയ സിനിമകളാണ്. ആ സംവിധായകൻ സ്വന്തം ആരാധ്യ പുരുഷനെ സ്ക്രീനിൽ എത്തിക്കുന്നത് ഏതൊരു മലയാളിക്കും കാണാൻ ആഗ്രഹിക്കുന്നത് പോലെയാവും
കാത്തിരിക്കാം തുടരും.